കഴിഞ്ഞ വീഡിയോ എൻ്റെ ഇതേപോലെ തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. കുഞ്ഞും ഞാനും സോണിയൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അവർ പോയിട്ട് എന്തൊക്കെയോ ഒരു ഗൂഢാലോചന, അറിയില്ല. ഞാൻ ആ സമയത്ത് കിച്ചണിൽ പോയി എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കി. നല്ല കക്ക ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കുഞ്ഞൂന് ഇത്തിരി മാറ്റി വെച്ചതാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 12 മണിയാവും വെയിറ്റ് ചെയ്തപ്പോൾ അച്ചക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊടുത്തു. അച്ചക്ക് അറിയാമായിരുന്നു ഓൾറെഡി നമ്മൾ വന്നപ്പോൾ കേക്ക് കാണുമെന്ന്, പക്ഷേ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മുടെ കേക്ക്. നട്ടി ബബിളായിരുന്നു ഫ്ലേവർ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു. നമുക്കെല്ലാവർക്കും അച്ഛൻ കട്ട് ചെയ്തിട്ട് കേക്കൊക്കെ തന്നു. നോർമലി എല്ലാവരുടെയും പോലെ സെലിബ്രേഷൻ, നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേയിൽ സോണിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ സ്പെഷ്യലായിരുന്നു. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ആ ഒരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ എന്തായാലും എല്ലാം കൂടി. അപ്പോൾ ഇവിടെ അച്ഛൻ്റെയും മോൻ്റെയും കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ മനസ്സങ്ങ് നിറഞ്ഞു, ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴും അച്ഛൻ കുറച്ച് സീരിയസ് ആയിട്ട് നിന്നപ്പോൾ സോണി അച്ഛനെ ചിരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കിടന്നുറങ്ങി ഹാപ്പി ആയിട്ട്. അച്ഛൻ രാവിലെ കടയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാനും സോണിയും കൂടെ എന്നിട്ട് മോർണിംഗ് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് വേറൊരു പരിപാടിയുണ്ട്. നമ്മൾ 10 മണി രാവിലത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. തുടരുമാണ് ഞങ്ങളിപ്പോഴാണ് കണ്ടേ. നല്ല പടം. ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ പോപ്കോൺ വേണമല്ലോ, വാങ്ങിച്ചു. ബാലൻസ് പടം കണ്ട് തീർത്തു. നല്ലതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാണ് നമ്മൾ ഇറങ്ങി നേരെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ഷെനൈസിലാണ് പോയത്. ഷെനൈസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ റോയൽ ഉണ്ടായിരുന്നു. റോയലിൽ കയറി ഫുഡ് കഴിച്ചു. ബിരിയാണി, പൊറോട്ട, ബീഫ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കഴിച്ച്. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേറെ പരിപാടിയുണ്ട്. അടുത്ത നമ്മൾ പോയത് എടപ്പള്ളി പള്ളിയിലേക്കാണ് കേട്ടോ. അന്നത്തെ ദിവസം പുണ്യാളൻ്റെ രൂപം ഇറക്കുന്ന ദിവസമായിരുന്നു. സോ നമ്മൾ അവിടെ പോയി. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അതിഗംഭീര തിരക്കായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും, രൂപം ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായി. ചെണ്ടമേളങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് പള്ളിയിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മളതൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു 49 ഷോപ്പുണ്ട്. നമ്മൾ അവിടെ കയറി ഷേക്കൊക്കെ കുടിച്ച് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ഹാപ്പി ഡേ അവിടെ കഴിഞ്ഞു.